ഭരണവിരുദ്ധ വികാരത്തിൽ തകർന്നടിഞ്ഞത് LDF ആണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF തരംഗം 20-ൽ 18 UDF നേടി. LDF ഒരു സീറ്റിൽ മാത്രം വിജയിച്ചു. തൃശ്ശൂരിൽ താമര വിരിച്ച് NDA കരുത്തുകാട്ടി. MK വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, പറയുമ്പോൾ ഒരു താമരയാണ്, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100 താമരയുടെ തിളക്കമുണ്ട്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ മൂന്നാമതായി പോകുമെന്ന് പരിഹസിച്ച ആളുകൾ ഇപ്പോൾ മൂന്നാമത് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും അതൊരു ചരിത്ര വിജയം തന്നെയാണ്. ആ വിജയം NDAക്ക് എത്ര വലിയ തിളക്കമാണ് നൽകിയത്, എത്ര വലിയ മുന്നേറ്റമാണ് അവിടെ സുരേഷ് ഗോപി നടത്തിയത്, സംസ്ഥാനത്താകെ വോട്ട് വിഹിതം ഉയർന്നത് ഉൾപ്പെടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയം അടക്കം സംസ്ഥാനത്താകെ BJPയുടെ വോട്ട് വിഹിതത്തിലുണ്ടായ വർധന. വീണ പ്രസാദ്, തീർച്ചയായും സുരേഷ് ഗോപിയുടെ വിജയം BJPക്ക് നൽകുന്നത് വലിയ വിജയം തന്നെയാണ്, വലിയ പ്രതീക്ഷകൾ തന്നെയാണ്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് BJPക്ക് ഒരു കാലത്തും ഇങ്ങോട്ടേക്ക് കടന്നു വരാനാവില്ല. ഇത് ഇടതുപക്ഷത്തിൻ്റെ മണ്ണാണ്, ഇടതുപക്ഷമില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നൊക്കെ പറഞ്ഞുള്ള പ്രചാരണമായിരുന്നു ഇവിടെ നടത്തിയിരുന്നത്. UDFും അതേപോലെയാണ് പറഞ്ഞത്. ഇവിടെ വളക്കൂറുള്ള മണ്ണല്ല, BJP എങ്ങനെ വന്നാലും കേരളം ബാലികേറാമലയാണ്, ഇങ്ങോട്ടേക്ക് നോക്കുകയേ വേണ്ട, സുരേഷ് ഗോപി എടുക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി എന്നൊക്കെ പറഞ്ഞ് എത്രയോ ട്രോളുകൾ ഇറക്കിയതാണ്. അവിടെയാണ് സുരേഷ് ഗോപി മിന്നുന്ന പ്രകടനം. 75,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിൽ വിജയിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. നമുക്കറിയാം, K മുരളീധരനെ പോലെ വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് അവിടെ മത്സരിപ്പിച്ചത്. മണ്ഡലം പോലും മാറി അദ്ദേഹത്തെ മത്സരിപ്പിച്ചു. എന്നിട്ട് പോലും സുരേഷ് ഗോപിയുടെ ഈ ആകാശത്തെ പിടിച്ചു കെട്ടാനായില്ല. അവിടെ മുൻമന്ത്രിയായിട്ടുള്ള VS സുനിൽകുമാർ ആയിരുന്നു LDFിന്റെ സ്ഥാനാർത്ഥി. തൃശ്ശൂർ പൂരത്തിന്റെ വിവാദം നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ കരുവന്നൂർ ബാങ്ക് ഇടപാട് അടക്കമുള്ള നിരവധി വിഷയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഈ വിഷയങ്ങളിലെല്ലാം സുരേഷ് ഗോപിക്കൊപ്പം ജനങ്ങൾ ഒന്നായി നിന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് കണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടുത്തെ ഭരണപക്ഷമായ LDF അക്ഷരാർത്ഥത്തിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടത്. അവരുടെ പ്രമുഖ നേതാക്കളെല്ലാം തോറ്റു. സംസ്ഥാന നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള ശൈലജ, KK ശൈലജ, അവർ വടകരയിൽ വളരെ നാണംകെട്ട തോൽവി തന്നെ അവിടെ നേരിട്ടു. അത് മാത്രമല്ല, CPMന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കളെല്ലാം തോറ്റു. വിജയരാഘവൻ പാലക്കാട്, അദ്ദേഹം രാജ്യസഭ MP കൂടിയാണ്, അദ്ദേഹത്തിന്റെ കാലാവധി അടുത്ത മാസം അവസാനിക്കുകയാണ്, അദ്ദേഹം പരാജയപ്പെടുന്നു. അതുപോലെ തന്നെ നിരവധി മുൻ ധനമന്ത്രിയായിട്ടുള്ള TM തോമസ് ഐസക് പത്തനംതിട്ടയിൽ പരാജയപ്പെടുന്നു. ഏറ്റവും അവസാനം വരെ പിടിച്ചു നിന്ന V ജോയ് CPMന്റെ MLA ആണ്, അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ്, അദ്ദേഹം പരാജയപ്പെടുന്നു. അങ്ങനെ നിരവധി നേതാക്കൾ പരാജയപ്പെടുന്ന കാഴ്ച. എന്തിനു പറയുന്നു, മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് പോലും CPMന് ലീഡ് നിലനിർത്താൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം. തലശ്ശേരി എന്ന് പറയുന്ന മണ്ഡലം അത് CPMന്റെ പുന്നാപുരം കോട്ടയാണ്, അവിടെയും ലീഡ് UDFനാണ് വരുന്നത്. അങ്ങനെ LDF അക്ഷരാർത്ഥത്തിൽ തന്നെ തകർന്നടിയുന്ന ഒരു കാഴ്ച. അവരുടെ ഒരു തരി എന്ന് പറഞ്ഞിരുന്നത് ആലപ്പുഴയാണ്. ആ ആലപ്പുഴയിൽ നമ്മൾ ഇത്തവണ കണ്ടത് ശോഭാ സുരേന്ദ്രന്റെ വലിയ ഉണ്ടായിട്ടുള്ള വലിയ കുതിച്ചുചാട്ടം തന്നെയാണ്. 17% ഉണ്ടായിരുന്ന ആലപ്പുഴയിലെ വോട്ട് BJPക്ക് ഇത്തവണ താമര ചിഹ്നത്തിൽ 28% അധികമായി വളർന്നിരിക്കുന്നു. അങ്ങനെ ആലപ്പുഴയും BJPയുടെ അടുത്ത തവണത്തെ A ക്ലാസ് മണ്ഡലമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, തിരുവനന്തപുരത്തേക്ക് വന്നാൽ തിരുവനന്തപുരത്തെ ശക്തമായ പോരാട്ടമാണ് ശശി തരൂരിനെതിരെ BJP NDA കാഴ്ചവെച്ചത്. ഈ ആഗോള പുരുഷൻ, ലോക പുരുഷൻ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും മത്സരിച്ച ശശി തരൂർ വെള്ളം കുടിച്ചാണ് ജയിച്ചത്. ഏറ്റവും അവസാനം 15,000-16,000 വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹം വിജയിച്ചത്. ഒരു ഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർ 4,00,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇത്തരത്തിൽ ശക്തമായ മുന്നേറ്റമാണ് BJP എല്ലാ മണ്ഡലങ്ങളിലും NDA കാഴ്ചവെച്ചത്. കോട്ടയത്ത് അടക്കം, പത്തനംതിട്ടയിലടക്കം, ആലപ്പുഴയിലടക്കം നിരവധി മണ്ഡലങ്ങളിൽ BJP വോട്ട്, ഞെട്ടുന്ന വോട്ട് തന്നെ നേടാൻ കഴിഞ്ഞു. രാഹുൽ ഗാന്ധി മത്സരിച്ച വയനാട്ടിൽ പോലും K സുരേന്ദ്രൻ നല്ല വോട്ട് നില ഉയർത്തി എന്നുള്ളതാണ്. ഇത്തരത്തിൽ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചു. അത് UDFന് ഗുണമായി. BJPയെ സംബന്ധിച്ച് അവരുടെ ബാലികേറാമല എന്ന് വിശേഷിപ്പിച്ചിരുന്ന കേരളത്തിൽ താമര ചിഹ്നത്തിൽ ആദ്യമായി ലോക്സഭയിലേക്ക് ഒരു MP വിജയിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അത് വിനോദ ഒരു സന്ദേശമാണ്. കാരണം ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുമ്പോൾ അത് LDFിൽ നിന്ന് UDFിലേക്ക് പോയെങ്കിലും NDAയുടെ ഒരു സീറ്റ് അവിടെ വരുമ്പോൾ അതൊരു പ്രതീക്ഷയാണ്, ഒരു സന്ദേശമാണ് വോട്ടർമാർ നൽകിയെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ സുരേഷ് ഗോപിയുടെ തട്ടകത്തിലേക്ക് എനിക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, ആറ്റിങ്ങൽ എന്ന് പറയുന്ന തുടക്കം മുതൽ അവസാനം വരെ അത്യന്തം നാടകീയത നിറഞ്ഞു നിന്ന ഒരു സീറ്റ് കൂടിയായിരുന്നു. അവിടെ എങ്ങനെയായിരുന്നു?
ആറ്റിങ്ങലെ മത്സരം നമ്മൾ പറയുമ്പോൾ എല്ലാ മീഡിയകളും പറഞ്ഞുകൊണ്ടിരുന്നത് ഇഞ്ചോടിഞ്ച് മത്സരം, LDFും UDFും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരമെന്ന് എല്ലാവരും വിശേഷിപ്പിച്ചു. പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, കേന്ദ്രമന്ത്രിയായിട്ടുള്ള V മുരളീധരൻ അവിടെ വോട്ടിലുണ്ടായ വർധനവ് അത് എല്ലാ മാധ്യമങ്ങളും അത് കണ്ണടച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ 2,48,000 ആയിരുന്ന വോട്ട്, അതായത് ശോഭ സുരേന്ദ്രനായിരുന്നു കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി. ഇത്തവണ V മുരളീധരന് 3 ലക്ഷത്തിലേറെ വോട്ട് അവിടെ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ മൂന്നാം സ്ഥാനത്ത് എന്ന് വേണമെങ്കിൽ പറയാവുന്ന V മുരളീധരനും വിജയിച്ച അടൂർ പ്രകാശും തമ്മിലുള്ള വോട്ട് 10,000 വോട്ടിന് താഴെയാണ്. അപ്പോൾ അത്തരത്തിൽ ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ. 20 ലോക്സഭാ മണ്ഡലത്തിൽ ഇത്ര ഇഞ്ചോടിഞ്ച് മത്സരം നടന്ന മറ്റൊരു മണ്ഡലമില്ല എന്നുള്ളതാണ്. ഇത്ര നേരിയ ഭൂരിപക്ഷത്തിനാണ് അടൂർ പ്രകാശ് അവസാനം ജയിക്കുന്നത്. V ജോയി അടൂർ പ്രകാശ് എന്നുള്ള നിലയിൽ നിന്നെങ്കിലും തൊട്ടടുത്ത് തന്നെ V മുരളീധരൻ ഉണ്ടായിരുന്നു. എന്തായാലും നാളെ ഒരിക്കൽ ആറ്റിങ്ങലും BJPക്ക് പിടിച്ചടക്കാൻ ഒരു പ്രയാസവുമില്ലാത്ത മണ്ഡലം എന്നുള്ള നിലയിലാണ് ഇത്തവണ അവിടെ വോട്ടിന്റെ നില V മുരളീധരൻ ഉയർത്തിയിട്ടുള്ളത്. വീണ. ഓക്കെ.